മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ആഘോഷിക്കുന്ന ട്രോളുകളും റീലുകളുമാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ കാണുന്നത്. ഇത് വെറും ജെൻസി പിള്ളേരുടെ താൽക്കാലികമായ ഒരു ട്രെൻഡ് മാത്രമാണ്, അല്ല എന്നാണ് എന്റെ പക്ഷം. ഈ ഇലക്ഷൻ കാലത്ത് കേരളത്തിൽ കേട്ട ഏറ്റവും നല്ല ഡയലോഗ് ഡോക്ടർ ബി അശോക ഐഎസിൻ്റെതാണ്. എലക്ഷൻസ് ആർ നോട്ട് അബൌട്ട് നമ്പേഴ്സ് ഓർ ഡെവലപ്മെന്റ്, ദേ ആർ അബൌട്ട് ഫ്രീഡം, ജസ്റ്റ് അബൌട്ട് ഫ്രീഡം. അതായത് നിങ്ങൾ തേനും പാലും ഒഴുക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത് അവരെ വില കുറച്ച് കണ്ടാൽ, അവരുടെ അവകാശങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ തിരസ്കരിക്കും. പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ ചെടിച്ചട്ടി പ്രയോഗം കൊണ്ട് നേരിടുക, എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിടുക. ഇത് കാണുന്ന ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതുപോലെ തന്നെ ഒരു ഇലക്ഷന് തിരിച്ചു വോട്ട് കുത്തി എന്നൊരൊറ്റ കാരണത്താൽ എല്ലാം വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞില്ലേ എന്നൊരു നേതാവ് പറയും. എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? പുതിയ ജനറേഷൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഞങ്ങളുടെ വൊക്കാബുലറി സംസാരിക്കാത്ത, ഞങ്ങളെ മനസ്സിലാക്കാത്ത, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തിരിഞ്ഞുകൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സർക്കാരിൽ നിന്ന് വരുന്ന ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും, അതല്ലെങ്കിൽ ഒരു ചെറിയ ചേർത്തുപിടിക്കൽ പോലും അവർ ആഘോഷമാക്കുന്നത്. ഇത് VDS സർക്കാരിന് കൂടിയുള്ള ഒരു വാർണിംഗ് ആണ്, പുതിയ ജനറേഷന്റെ വാർണിംഗ്. നിങ്ങൾ തേനും പാലും ഒഴുക്കി എന്ന് അവകാശപ്പെട്ടിട്ടും കാര്യമില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ വൊക്കാബുലറി മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ തിരസ്കരിക്കും എന്ന വാർണിംഗ്. ന്യൂ ജനറേഷൻ ഈസ് വാച്ചിങ്.